വെൽക്കം ബാക്ക് ടു എജ് വാലറ്റ്. അപ്പോൾ എല്ലാവരും പ്ലസ് വൺ റിസൾട്ടൊക്കെ വന്ന് കുറേ കമൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. കുറേ കുട്ടികൾക്ക് ഫുൾ മാർക്സും ഫുൾ എ പ്ലസും അല്ലെങ്കിൽ പാസ്സായ കുട്ടികൾ നല്ല മാർക്സ് കിട്ടിയവരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചു, കമൻറ്റ് ബോക്സിൽ അറിയിച്ചു, ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ നല്ല നല്ല കമൻസുകളും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, കാരണം കോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. പക്ഷെ നമ്മൾ ഇനി ബാക്കി വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒക്കെ ഫുൾ പവർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി ക്ലാസ്സുകളും +2 ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്, കുറേ കുട്ടികളുടെ ഡൗട്ടാണ്, റിവാലുവേഷന് കൊടുക്കണോ, റിവാലുവേഷന് കൊടുത്തിട്ട് കാര്യമുണ്ടോ, എത്ര സബ്ജക്റ്റ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ റിവാലുവേഷന് കൊടുത്താൽ ഉള്ള മാർക്ക് കുറയോ, കുറേ ഡൗട്ടുകളുണ്ട്, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് 2 ദിവസം മാത്രമാണ് നമ്മളെ കയ്യിലുള്ളത്. ഓക്കെ, 2 ദിവസം കൊണ്ട് ഡിസംബർ 2 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ നവംബർ 30 ആയി. അപ്പോൾ എന്തായാലും ഒരു 2 ഡേയ്സ് നിങ്ങളുടെ കയ്യിലുള്ളൂ ഇതൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ റിവാലുവേഷന് ആര് കൊടുക്കണം, എത്ര സബ്ജക്റ്റ് കൊടുക്കാൻ പറ്റും, എത്രയാണ് ഫീസ് വരിക, അത് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഇതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റിവാലുവേഷൻ എന്താണെന്ന് പറയാം. റിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേപ്പർ ആദ്യം തൊട്ട് ഒന്നും കൂടി അവരെന്ത് ചെയ്യും, വാലുവേറ്റ് ചെയ്യുക, കംപ്ലീറ്റ് അവർ നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സപ്പോസ് A+ ആക്കാനുള്ളവരാണെങ്കിൽ ജസ്റ്റ് പാസ്സാക്കുക, അങ്ങനെ എന്താണ് നിങ്ങൾക്ക് ആവശ്യം നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ റിവാലുവേഷന് കൊടുക്കുക. നിങ്ങൾ എല്ലാ മാർക്സ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി നിങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ടുള്ള മാർക്കല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി മാർക്ക് നിങ്ങൾക്ക് അർഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും റിവാലുവേഷൻ അപ്ലൈ ചെയ്യാം. 500 രൂപയാണ് റിവാലുവേഷൻ്റെ ഫീ എമൗണ്ട് ആയിട്ട് വരുന്നത്. പക്ഷെ നിങ്ങൾ ഒക്കെയാണ്, പക്കാ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഒരു വാലുവേഷന് കൊടുക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ആ മാർക്ക് കുറയില്ല. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മാർക്ക് 70 നിങ്ങൾക്കിപ്പോൾ മാർക്ക് ഉണ്ട്, ഓക്കെ, പക്ഷേ നിങ്ങൾ റിവാലുവേഷന് കൊടുത്തപ്പോൾ 69 ആവോ, ഇല്ല, അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് 70 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോസ് ടീച്ചേഴ്സ് നോക്കിയപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്കത് നോ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് ആ മാർക്കല്ല, ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള മാർക്ക് തന്നെയാണ് എടുക്കുക. നിങ്ങൾക്കിനി മാർക്ക് കൂടാം, 1, 2, 3 മാർക്ക് എത്ര വേണമെങ്കിൽ, ചിലപ്പോൾ ഏതെങ്കിലും ആഡിങ് മിസ്റ്റേക്കൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് കൂട്ടിയിട്ട് തന്നെ തരും. ഇനി അതല്ല, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഒരുപാട് ഡിഫറൻസ് വന്നു, ഇപ്പം നിങ്ങൾക്ക് ഒരു 50 മാർക്സ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത്, പക്ഷെ നോക്കി വന്നപ്പോൾ 70 ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് 20 മാർക്ക് കൂടി, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിവാലുവേഷൻ്റെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്ത പൈസ, ഫീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും കൺഫ്യൂഷനാണ്, അതായത് ഈ മാർക്കല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിവാലുവേഷന് കൊടുക്കാം. ടീച്ചേഴ്സ് ഒന്നുകൂടി വാലുവേറ്റ് ചെയ്ത് എന്തായാലും 2-3 ആഴ്ചയ്ക്കുള്ള റിവാലുവേഷന് റിസൾട്ടൊക്കെ വരും. ഓക്കെ, ഇമ്പ്രൂവ്മെൻറ്റിന് മുമ്പായിട്ട് തന്നെ വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല, സാധാരണ അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതാണ് ഫീസ് എമൗണ്ട്. ഇനി എങ്ങനെ റിവാലുവേഷന് കൊടുക്കാം? റിവാലുവേഷന് കൊടുക്കാനായിട്ട് നിങ്ങൾ നേരെ തന്നെ നിങ്ങൾ വേറെ അക്ഷയ കഫേ ഒന്നുമല്ല പോകേണ്ടത്, ഡയറക്റ്റ് നിങ്ങൾ സ്കൂളിൽ ടീച്ചർ, നിങ്ങൾക്കിപ്പോൾ ഫിസിക്സിലാണ് റിവാലുവേഷന് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് ഫിസിക്സ് ടീച്ചറെ കാണുക, ടീച്ചറോട് പറയുക ഇങ്ങനെയൊക്കെയാണ് റിവാലുവേഷന് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോംസും കാര്യങ്ങളൊക്കെ തരും, ആ ഫോമുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ടീച്ചർക്ക് കൊടുക്കുക, അതിൻ്റെ ഫീസും എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പല സ്കൂളുകളും അവർ തന്നെയാണ് അതിൻ്റെ ഫീസ് എമൗണ്ട് അടയ്ക്കലും, ഒരുമിച്ച് പ്രിൻസിപ്പളോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ആളോ ആണെങ്കിൽ അവരാണ് ഡയറക്റ്റായിട്ട് എല്ലാ പ്രൊസീജിയറും ചെയ്യാറുള്ളത്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് പറയും നിങ്ങളോടാണ് ഫീസ് അടയ്ക്കുന്നത്, ചെല്ലാൻ അടയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ടീച്ചേഴ്സ് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പം തന്നെ റിവാലുവേഷന് കൊടുക്കണം എന്നുള്ളവർ ഇപ്പം തന്നെ കാര്യങ്ങളൊക്കെ നോക്കുക, ഫോം ഫില്ല് ചെയ്യുക. ഡയറക്റ്റ് നിങ്ങൾ ടീച്ചേഴ്സിനോട് തന്നെ ചോദിക്കുക, വേറെ എവിടെ നിങ്ങൾ അക്ഷയ കഫേ ഒന്നും അല്ല പോകേണ്ടത്, ടീച്ചേഴ്സിനെ ആദ്യം സമീപിച്ച് പറയുക റിവാലുവേഷന് കൊടുക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവരതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് റിവാലുവേഷൻ അപ്ലൈ ചെയ്യാം, എത്ര വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ 5 സബ്ജക്റ്റ് അല്ലെങ്കിൽ 2 സബ്ജക്റ്റ് 3 സബ്ജക്റ്റ് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ഓരോന്നിനും ഓരോരോ എമൗണ്ട് വരുന്നു മാത്രം, 500 രൂപ വെച്ചിട്ട് ഓരോ സബ്ജക്റ്റിനും വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് റിവാലുവേഷന് കൊടുക്കാം. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ മാർക്ക് ഉണ്ട്, പക്ഷേ ഇംഗ്ലീഷ് നിങ്ങൾക്ക് മാർക്കില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് റിവാലുവേഷന് കൊടുക്കാം. പക്ഷേ കിട്ടിയതെല്ലാം നിങ്ങൾ റിവാലുവേഷന് കൊടുത്താൽ വെറുതെ പൈസ കളയുക. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇംഗ്ലീഷിലൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെട്ടെന്ന് അങ്ങനെ മാർക്ക് കൂടിക്കിട്ടും എനിക്ക് തോന്നുന്നില്ല, ചാൻസ് വളരെ കുറവാണ്. ഞങ്ങൾ പഠിക്കുമ്പോഴും ഇംഗ്ലീഷിൽ അങ്ങനെ പെട്ടെന്നൊന്നും മാർക്ക് ആർക്കും കൂടാറില്ല, പക്ഷെ കിട്ടിയവരുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വയം ആലോചിക്കുക, റിവാലുവേഷന് കൊടുക്കണോ. നിങ്ങൾ ഇപ്പോൾ ഒരാൾക്കൊരു പേപ്പർ മാർക്ക് കിട്ടും, നിങ്ങൾ ചിലപ്പോൾ ഷോക്കായി പോയിട്ടുണ്ടാവും, അല്ലേ, ഇതൊന്നും അല്ലല്ലോ എൻ്റെ മാർക്ക്, ഇതിനേക്കാൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് റിവാലുവേഷന് തന്നെ അപ്ലൈ ചെയ്യാം.
ഓക്കെ. ഇനി അതാണ് റിവാലുവേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുക. 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രൊസീജിയറൊക്കെ ചെയ്തിട്ട് റിവാലുവേഷന് അപ്ലൈ ചെയ്യുക. അടുത്താണ് ഫോട്ടോ കോപ്പി എന്താണ് സ്ക്രൂട്ടിനി, ഇതിൽ ഏതാണ് നല്ലത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതിയതിൻ്റെ ഒരു പകർപ്പ്, നിങ്ങളെ എക്സാം പേപ്പർ ഒരു പകർപ്പ് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ എക്സാം പേപ്പർ എങ്ങനെയൊക്കെ നിങ്ങൾ എഴുതി എന്നൊക്കെ നിങ്ങൾക്കൊരു ധാരണ അത്രയുള്ളൂ. ഫോട്ടോ കോപ്പിക്കൊക്കെ അത്ര എമൗണ്ട് വരുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേഗം തന്നെ ആ ഫോട്ടോ കോപ്പിയൊക്കെ കിട്ടും. അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പേപ്പറിനെ കുറിച്ചൊരു ധാരണ ആ പേപ്പർ നിങ്ങളെ കയ്യിൽ കിട്ടും. അതാണ് ഫോട്ടോ കോപ്പി. ഇനി സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എമൗണ്ട് വളരെ കുറവാണ്. കാരണം അത്രയും പ്രൊസീജിയർ ചെയ്യണമുള്ളവർ. സ്ക്രൂട്ടിനി ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ പേപ്പർ ഒന്നും കൂടി വാലുവേറ്റ് ചെയ്യലല്ല, ആ പേപ്പർ ജസ്റ്റ് മാർക്കൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക, അത്ര മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ ഫുൾ പേപ്പർ അടിച്ച് പെറുക്കി എവിടെയെങ്കിലും കിട്ടാനുണ്ടോ എന്ന് ടീച്ചേഴ്സ് വാലുവേറ്റ് ചെയ്യില്ല. സ്ക്രൂട്ടിനി ചെയ്യാന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ മാർക്കുകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക. പെട്ടെന്നൊന്ന് മാർക്കൊക്കെ ഒന്ന് കൂട്ടി നോക്കുക, അത്ര മാത്രമാണ് സ്ക്രൂട്ടിനിയിൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഓരോന്നിനും ഫീ എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 500, 300, 100 റുപ്പീസൊക്കെ വെച്ചിട്ടാണ് ഓരോന്നിനും ഫീസ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഓരോ സബ്ജക്റ്റും റിവാലുവേഷനോ ഫോട്ടോ കോപ്പിയോ സ്ക്രൂട്ടിനിക്കോ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആർക്കെങ്കിലും റിവാലുവേഷന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ റിവാലുവേഷന് കൊടുക്കുക. കോൺഫിഡൻസ് ഉള്ളവർ ഡയറക്റ്റായിട്ട് കൊടുക്കാം. ഓക്കെ. ഇനിയിപ്പോൾ 1 മാർക്കിനൊക്കെയാണ് കുറവുള്ളൂ, A+ ആവാന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം, റിസ്ക് എടുത്ത് നോക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല എമൗണ്ട്, അതായത് കുറേ മാർക്ക് ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് ആ ഫീസ് എമൗണ്ട് തിരിച്ച് കിട്ടുള്ളൂ കേട്ടോ. ആ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കണം. ഇനി മാർക്ക് കുറയോ ചോദിക്കുന്നതിന് ഒരിക്കലും മാർക്ക് കുറയില്ല. നിങ്ങൾക്ക് ഇപ്പം എത്ര മാർക്കാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനേക്കാൾ കുറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിനേക്കാൾ കുറയില്ല. അതേ മാർക്കായിരിക്കും നോ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. ചിലപ്പോൾ റിവാലുവേഷൻ അപ്ലൈ ചെയ്തിട്ട് ഒരു ഡിഫറൻസും ഇല്ല എന്നുണ്ടെങ്കിൽ നോ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതിൽ റിസൾട്ട് വരുമ്പോൾ നോ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൂടിയ മാർക്ക് നമുക്ക് എടുക്കാം. ഇതൊക്കെയാണ് റിവാലുവേഷനെ കുറിച്ചിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണം നിങ്ങൾ ചൂസ് ചെയ്യുക, അതിനനുസരിച്ച് അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് കുറച്ച് +1 റിസൾട്ട് വന്ന് കുറേ ഡള്ളായ ആൾക്കാരുണ്ട്, മാർക്ക് പ്രതീക്ഷിച്ചത് കിട്ടിയില്ല, പഠിക്കാൻ പറ്റിയില്ല, കുറേ ഇഷ്യൂസ് നമുക്കറിയാം, എല്ലാവർക്കും അറിയാമല്ലേ, കൊറോണ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പഠിക്കണം, അതിൻ്റെ വീഡിയോസ് ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറേ ഡൗട്ട് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുത്ത് നമുക്ക് ഇടാം. ഓക്കെ. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനെ കുറിച്ച് മാത്രം നമുക്ക് പറയുന്നൊരു വീഡിയോ ഇടാം. മാത്രമല്ല +2 എങ്ങനെ ഇനി പഠിക്കണം അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോസ് നമുക്ക് ഇനി ദിവസങ്ങളിൽ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ റിവാലുവേഷൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വേണോ എന്നൊക്കെ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.